എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് അല്ല, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 11 മണിക്കകം നിങ്ങൾക്ക് അത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെ മെയിൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ നീറ്റിൻ്റെ സ്കോർ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വെബ്സൈറ്റിൽ സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികളെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നീറ്റ് ഫലം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിൽ അവസരം വന്നിട്ടുണ്ട്. 2024-25 വർഷത്തെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ ദന്തൽ കോളേജിലെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലെയും രാഷ്ട്രീയ മെഡിക്കൽ അതുപോലെ ദന്തൽ കോളേജുകളിലെ NRI കോട്ട, മൈനോറിറ്റി കോട്ട ഉൾപ്പെടെയുള്ള മുഴുവൻ MBBS BDS സീറ്റുകളിലെയും ജനനസ്ഥലം പരിഗണിക്കാതെയുള്ള മെഡിക്കൽ അലോട്ട്മെൻറ്റിനായിട്ട് നീക്കിവെച്ചിരിക്കുന്ന സീറ്റുകളിലെയും പ്രവേശനം NTA ലഭ്യമാക്കിയിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2024 സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകീകൃത കൗൺസിലിംഗ് വഴിയായിരിക്കും നടത്തുന്നത്. കൂടാതെ ആയുർവേദം, അതായത് BAMS, ഹോമിയോപ്പതി BHMS, സിദ്ധ PSMS, യുനാനി BUMS അതുപോലെ എന്നീ മെഡിക്കൽ കോഴ്സുകളിലെയും അഗ്രികൾച്ചർ BSc ഹോണേഴ്സ് അഗ്രി, അതുപോലെ ഫോറസ്ട്രി BSc ഹോണേഴ്സ് ഫോറസ്ട്രി, വെറ്റിനറി BVSc ആൻഡ് അതുപോലെ ഫിഷറീസ് BFSc, അതുപോലെ തന്നെ BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി അണ്ടർ KAU, അതുപോലെ തന്നെ അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ എന്നീ അനുബന്ധ കോഴ്സുകളിലെയും പ്രവേശനം നീറ്റ് UG 2024 സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. അതുപോലെ കേരളത്തിലെ MBBS BDS ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി എന്നീ മെഡിക്കൽ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ ഫോറസ്ട്രി BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ വെറ്റിനറി, ഫിഷറീസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കും പ്രവേശനത്തിനായിട്ട് സംസ്ഥാന റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ നീറ്റ് 2024 ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കീം 2024 ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും NTA നടത്തിയ നീറ്റ് UG 2024 പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ നീറ്റ് UG 2024 പ്രവേശന പരീക്ഷാ ഫലം നിങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് 2024 ഓഗസ്റ്റ് 11-ന് 11:59 PM വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷയുടെ ഫലം അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് 2024 മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നതല്ല തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കുന്ന രേഖകളോ അപേക്ഷകളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസും വിജ്ഞാപനവും കാണുക എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനിലും ഇതേ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ BSc അല്ല, ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതായത് MBBS ആൻഡ് BDS അതുപോലെയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ വർഷത്തെ നീറ്റിൻ്റെ അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പരിഗണിക്കുള്ളൂ. ഈ ഒരു
ഓഗസ്റ്റ് 11 രാവിലെ 11:59 വരെയാണ് നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുള്ളത്. അതിനുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളെ ഉൾപ്പെടുത്തുന്നതല്ല. വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ജില്ലയും നൽകുക. ആപ്ലിക്കേഷനും പാസ്വേഡും ജില്ലയല്ല ആക്സസ് കോഡും നൽകുക. അതിനുശേഷം വിദ്യാർത്ഥി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ തന്നെ നീറ്റിൻ്റെ റോൾ നമ്പർ, അതുപോലെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നീറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക. നൽകിയ ശേഷം നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളുടെ ഈ സ്കോർ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര്, നിങ്ങളുടെ മദറിൻ്റെ പേര്, അതുപോലെ തന്നെ നീറ്റ് UG റിസൾട്ട് ഡീറ്റെയിൽസ് എന്നിവ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ നീറ്റ് പെർസെൻറ്റേജ് സ്കോർ, അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് കൗൺസിലിംഗ്, ഇതുപോലുള്ളവയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ നൽകിയിട്ടുണ്ട് പ്രൊസീജിയർ ഓഫ് സബ്മിഷൻ. നീറ്റ് റിസൾട്ട് വിൽ ബി കംപ്ലീറ്റഡ് ഓൺലി വെൻ ദ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ഈസ് ക്ലിക്കഡ്. അതായത് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും പൂർത്തിയായാൽ മാത്രമാണ് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 11 രാവിലെ 11:59 മുമ്പായിട്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.